ഇതേപോലത്തെ ഒരു ചാർട്ടിൻ്റെ പീസാണ് വേണ്ടത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഒരു സ്ക്വയർ ഷേപ്പിലൊരു ചാർട്ടാണ്. അത് എടുത്ത് തന്നെ നമ്മൾ ആ ചാർട്ടിന് നടുക്കുന്ന ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. നമ്മുടെ അറ്റത്തേക്ക് ഇങ്ങനെ നടുക്കുന്ന ഒരു ഫോൾഡ് ആയിട്ട് നമ്മളിങ്ങനെ ബുക്ക് തുറക്കണ ടൈപ്പിൽ ഇങ്ങനെ ആക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാൻ ഇങ്ങനെ തുറക്കണ ടൈപ്പിൽ നിങ്ങൾ ആക്കിയതിന് ശേഷം നമ്മുടെ ഈ അറ്റത്തെ ഈ ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ ഒരു പടം വരയ്ക്കുക. ബട്ടർഫ്ലൈയുടെ ചിറകിൻ്റെ ഒരു പടം നമ്മളിതിങ്ങനെ വരയ്ക്കുക. വരച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ചെറിയൊരു ആ തലയുടെ കൊമ്പ് പോലത്തെ സാധനമില്ല, അതിങ്ങനെ ചെറുതായിട്ട് വരച്ചെടുക്കുക. നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാൻ കാട്ടിത്തരാം. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു കൊമ്പ് പോലത്തെ ഇത് ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചിറക് എടുത്തതിന് ശേഷം നമ്മൾ കത്രി എടുക്കുക. കത്രി എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്ത് കളയുക. നമുക്ക് ആ എടുത്തരാൻ ഭാഗം മാത്രം മതി. കട്ട് ചെയ്ത് ചെറുതായിട്ട് മര്യാദ കട്ട് ചെയ്യണം. അലകൂലായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. കൃത്യ ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മളിങ്ങനെ കട്ട് ചെയ്യുക. പതുക്കെ ഇങ്ങനെ അനക്കരുത്. കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ ആ കൊമ്പിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കണം. നമ്മൾ വലിയതായിട്ട് കട്ട് ചെയ്താൽ അത് കൃത്യമായിട്ട് അതിങ്ങനെ കിട്ടില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. കട്ട് ചെയ്ത് കഴിയാറായി. ഇത് ഈ ചെറിയ ഭാഗവും കൂടി ഉള്ളൂ. നമ്മളെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും സാധനം. നിങ്ങളാണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കണ്ട ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ പോലെ കണ്ട. അപ്പം ഇങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ പഠിച്ചെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ സാധനങ്ങൾ ഇനി ഉണ്ടാക്കാൻ പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഓണിലേക്ക് ഒന്ന് എനേബിൾ ചെയ്തിടുക.